ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ചാരി അമ്മി. അപ്പോൾ സഞ്ചാരി അമ്മിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആഗ്രയിലെ വൺ ഓഫ് ദി ഐക്കോണിക് ആൻഡ് പ്രസ്റ്റീജിയസ് മോണ്യുമെൻറ്റ് ആണ്. സംഭവം മനസ്സിലായല്ലോ, കൂടുതൽ പൊലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. താജ്മഹലാണ്. അപ്പോൾ ഇന്നത്തെ താജ്മഹൽ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞങ്ങൾ ആക്ച്വലി സ്റ്റേ ചെയ്തത് താജ്മഹലിൻ്റെ ഒരു 5 മിനിറ്റ് പോലും നടക്കാൻ ദൂരമുള്ളത്ര ഹോട്ടലിലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ താജ്മഹൽ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇങ്ങനെ പോണ വഴിക്ക് ഇതുപോലെ മരത്തിലൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ജനങ്ങൾ കൂടി സഹകരിച്ചാലല്ലേ കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കുള്ളൂ. ഒരു ഗവൺമെൻറ് മാത്രം വിചാരിച്ചുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളും കൂടി സഹകരിക്കണം, എന്നാലേ നമ്മുടെ ഈ രാജ്യം വൃത്തിയായിട്ടിരിക്കുള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് താജ്മഹൽ കാണാൻ പോകാം. ഇതിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ഉള്ള കൗണ്ടറാണ്. പക്ഷേ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഇതുപോലത്തുള്ള സൊവനിയർ ഷോപ്പും ഹോട്ടലും ചായക്കടിയും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. രാവിലെ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട ഒരു തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാനൊന്നുമില്ല, നേരെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ താജ്മഹലിലേക്കുള്ള ഒരു എൻട്രി ഗേറ്റ്. ഈസ്റ്റ് എൻട്രി ഗേറ്റാണ്. ഇതുകൂടാതെ വേറെ 2 ഗേറ്റ് കൂടിയുണ്ട്, വെസ്റ്റ് ആൻഡ് സൗത്ത് ഗേറ്റ്. റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് താജ്മഹൽ ഒഴികെയുള്ള ഇതിൻ്റെ അകത്തുള്ള എല്ലാ നിർമ്മിതികളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ദ ഗ്രേറ്റ് ഗേറ്റ് അഥവാ ദർവാസ ഇ റൗസ. ഇതാണ് താജ്മഹലിലേക്ക് കയറാനുള്ള മെയിൻ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് 23 മീറ്റർ ഹൈറ്റ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ബിൽഡിംഗ് ആണ്.
കാണുന്ന മാർബിൾ കെട്ടിൻ്റെ മുകളിൽ ആൾക്കാർ ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഒരുപാട് VIPs എല്ലാം വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലം കൂടിയാണ് അവിടെ. എനിക്ക് സന്തോഷ് ജോർജ് കൊളങ്ങര സാർ പറഞ്ഞ ഒരു കാര്യമാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാനിവിടെ കൊടുക്കുക എന്താണെന്നുള്ളത്. ഈ കെട്ടിടം കൊണ്ട് എന്ത് ഗുണമെന്ന് നമുക്ക് ഇവിടെ അതിൻ്റെ താജ്മഹലിൻ്റെ ചോട്ട് ജീവിക്കുന്നതിന് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യക്കാരുടെ എന്ന പേരിൽ നിങ്ങൾക്കൊരു ആദരവ് കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഈ താജ്മഹലാണ്. തീർച്ചയായിട്ടും ഇത് അവിടെ പോയ ഒരാൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. അവിടെ ലോകാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞൊരു 5 എണ്ണം പറഞ്ഞിട്ട് 6ാമത്തെ താജ്മഹൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടെ കയറിപ്പോകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അത് അവിടെ ഇരുന്ന് അനുഭവിച്ചവന് മാത്രമേ മനസ്സിലാവുള്ളൂ. 100 സായിപ്പന്മാരുടെ ഇടയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പം അവൻ്റെ ഒരു 5 അത്ഭുതങ്ങളുടെ അങ്ങനെ പറഞ്ഞിട്ട് 6ാമത്തെ അത്ഭുതമായിട്ട് താജ്മഹൽ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ആവേശമുണ്ട്. അതാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആവശ്യം. വയറു നിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊന്നുമല്ല മനുഷ്യനായി ജനിച്ചതിൻ്റെ ലക്ഷ്യം. ഇത്തരത്തിൽ ചില നേരത്ത് സ്വന്തം നാടിനെക്കുറിച്ച് അഭിമാനം തോന്നുന്ന ചില ചിന്തകളുണ്ടാകുകയും കൂടിയാണ്. അതുകൂടെ മനസ്സിലാവുന്നവനെ നാടെന്തിനാ വൃത്തിയാക്കിയിടുന്നത്, നാടെന്തിനാ സൗന്ദര്യവൽക്കരിക്കുന്നത്, നാട്ടിലെന്തിനാ അഭിമാനകരമായ നിർമ്മിതികൾ ഉണ്ടാകേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇന്നത്തെ ഭക്ഷണം, ഇന്നത്തെ ആഹാരം, ഇന്നത്തെ സുഖം ഇത് മാത്രം മതി, ഞാനും എൻ്റെ ഭാര്യയും മക്കളും എന്ന് മാത്രം ചിന്തിക്കുന്നവർക്ക് ഇത്തരം വീക്ഷണമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഓരോ ഇന്ത്യക്കാരനും ജീവിതത്തിൽ ഓരോ പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മോണുമെൻ്റാണ് ഈ താജ്മഹൽ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മൊസേലിയത്തിലേക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടുവന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ യമുന. നേരെ ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ് യമുനേനെ. ആക്ച്വലി കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി സങ്കടമൊക്കെ വന്നു. ഫുൾ വറ്റി വരണ്ട് ഒക്കെ ഉള്ള ഒരു അവസ്ഥ. നമുക്ക് തിരിച്ചു പിടിക്കാം യമുനേനെ. ഇപ്പം തുടങ്ങിയിട്ടുണ്ടല്ലോ 3 വർഷം കൊണ്ട് യമുന. എല്ലാം റിക്കവറായി വരട്ടെ.